സർപ്പത്തെ ചവിട്ടി നിൽക്കുന്ന പരിശുദ്ധ അമ്മ. പരിശുദ്ധ അമ്മയുടെ ഇടതുഭാഗത്ത് ഒരു മാലാഖയുണ്ട്. ആ മാലാഖയുടെ കയ്യിൽ നിന്ന് ഒരു ചരട് പരിശുദ്ധ അമ്മയിലൂടെ വലതുഭാഗത്തുള്ള മറ്റൊരു മാലാഖയുടെ കയ്യിലേക്ക് വീഴുകയാണ്. ഇടതുഭാഗത്തിരിക്കുന്ന മാലാഖയുടെ കയ്യിലുള്ള ചരടുകൾക്ക് ഒരുപാട് കെട്ടുകളുണ്ട്. പക്ഷേ അത് അമ്മയിലൂടെ കടന്ന് വലതുഭാഗത്തുള്ള മാലാഖയുടെ അടുക്കിലേക്ക് പോകുമ്പോൾ ആ കെട്ടുകളൊക്കെ അഴിഞ്ഞ് വളരെ ഭംഗിയുള്ള ചരടായിട്ട് മാറും. കുരുക്കഴിക്കുന്ന അമ്മയോടുള്ള ഭക്തി. ഈ ഭക്തി നമുക്ക് പരിചയപ്പെടുത്തി തന്നത് പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പയാണ്. പ്രഭുവായ ലാംഗൻ മാൻഡൽ തൻ്റെ ജീവിത പങ്കാളിയുമായി വലിയ പ്രശ്നത്തിലാവുകയും അത് എത്രയൊക്കെ പരിശ്രമിച്ചിട്ടും തീർക്കാൻ പറ്റാത്തത് കൊണ്ട് അവിടെ അന്ന് ജീവിച്ചിരുന്ന ഈശോ സഭാ വൈദികനായ ജക്കോബിന്റെ അടുക്കലേക്ക് ഈ പ്രഭു കടന്നു വരികയാണ്. ഈ പ്രഭുവുമായി സംസാരിക്കുന്നതിനിടയിൽ, നിങ്ങൾ വിവാഹ സമയത്ത് അൾത്താരയ്ക്ക് മുമ്പിൽ വെച്ച് കരങ്ങൾ ചേർത്ത് പിടിച്ച് അതിന് മുകളിലൂടെ വരിഞ്ഞു കെട്ടിയ ചരട് കൊണ്ടുവരാം. ഒരിക്കലും അവസാനിക്കാത്ത ബന്ധത്തിന്റെ ഒരു പ്രതീകമായിട്ടാണ് ഈ ചരട് അന്ന് അവർ ഉപയോഗിച്ചിരുന്നത്. ആ ചരട് അവൻ കൊണ്ടുവന്ന് കൊടുത്തു. ബുദ്ധിമുട്ടുള്ളതല്ല, എങ്കിലും ആ ചരട് ഇങ്ങനെ കൂട്ടിക്കെട്ടി വെച്ചത് കൊണ്ട് അതിലിങ്ങനെ ചെറിയ കുരുക്കുകൾ വീണിട്ടുണ്ടായിരുന്നു. ആ കുരുക്കുകളോടുകൂടെ പരിശുദ്ധ അമ്മയുടെ തിരുസ്വരൂപത്തിൻ്റെ മുന്നിലേക്ക് വെച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം ആ ചരട് അവിടെ നിന്നെടുത്ത് അവന് കൊടുക്കുന്നതിന് മുമ്പ് അത് കൃത്യമായിട്ട് കുരുക്കുകളൊക്കെ അഴിച്ചു മാറ്റി വളരെ ഭംഗിയായി മടക്കി അത് ഈ പ്രഭുവിൻ്റെ കയ്യിലേക്ക് കൊടുത്തിട്ട് പറഞ്ഞു, ധൈര്യമായിട്ട് പോയിക്കൊള്ളുക, പരിശുദ്ധ അമ്മ നിന്നെ പ്രത്യേകിച്ച് പരിപാലിച്ചു. പ്രിയമുള്ളവരെ, അത്ഭുതമെന്ന് പറയട്ടെ, പരിശുദ്ധ അമ്മയുടെ ഇടപെടലിലൂടെ മാറാതിരുന്ന കുടുംബത്തിലെ അസ്വസ്ഥത, അവർ തമ്മിലുള്ള ഉടക്ക് വഴക്ക് അപ്പാടെ മാറിപ്പോവുകയാണ്. കുടുംബത്തിലെ പ്രശ്നങ്ങൾ, വഴക്കുകൾ, അഴിഞ്ഞു പോകാത്ത കുരുക്കുകൾ എന്തെങ്കിലും കൂടെ ഉണ്ടെങ്കിൽ അത് പരിശുദ്ധ അമ്മയുടെ കാൽക്കലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ അത് പൂർണ്ണമായും അഴിഞ്ഞില്ലാതാകുമെന്ന വലിയൊരു വിശ്വാസം അവിടെ ഇങ്ങനെ മുളച്ച് വളരുകയായി. കലാകാരനായ ജൊഹാൻ ഗയോർഗ് സുന്ദരമായ ഈ ഒരു ചിത്രം ആ ദേവാലയത്തിൽ വരച്ച് സ്ഥാപിക്കുന്നു. അതോടൊപ്പം തന്നെ ആ ഛായാചിത്രത്തിൽ ഒരു മാലാഖ വൃന്ദം അമ്മയുടെ ചുറ്റുപാടുമുണ്ട്. ഏറ്റവും അടിയിലായി 2 പേരുടെ ചിത്രം കൂടെയുണ്ട്, റഫായൽ മാലാഖയും തോബിത്ത്. റഫായൽ മാലാഖ ദൈവത്തിൻ്റെ വഴി നടത്തലിൻ്റെ പ്രതീകമായും തോബിത്ത് യാത്രക്കാരൻ്റെ പ്രതീകമായും നമുക്ക് മുമ്പിൽ നിൽക്കുമ്പോൾ നമ്മളുടെ ജീവിതം എന്ന് പറയുന്നത് ദൈവം കാണിച്ചു തരുന്ന വഴിയിലൂടെ നടന്നു പോകുമ്പോൾ ജീവിതത്തിൽ കുരുക്കുകളും കഷ്ടപ്പാടുകളും ഒക്കെ മാറി മാറി വരും. ആ സമയത്ത് ആ കുരുക്കുകൾ അഴിച്ച് മാറ്റി നിന്റെ ജീവിതത്തെ കെട്ടുപിണക്കങ്ങളില്ലാതെ സുന്ദരമായി കൊണ്ടു നടക്കാൻ ഞാൻ നിന്റെ കൂടെ ഉണ്ടാകും എന്ന് പരിശുദ്ധ അമ്മ ഈ കുരുക്കഴിക്കുന്ന മരിയ ഭക്തിയിലൂടെ നമ്മളോട് ഓരോരുത്തരോടും ആഹ്വാനം ചെയ്യുകയാണ്.